വംശനാശ ഭീഷണി നേരിടുന്ന കടുവയുടെ തോഴരാവാൻ പുതിയ തലമുറ. അന്താരാഷ്ട്ര കടുവ ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പാലക്കാട് ഗവൺമെന്റ് മോയൻ LP സ്കൂളിൽ നടന്നു. എക്കോ ക്ലബ് ജില്ലാ കോർഡിനേറ്റർ S ഗുരുവായൂരപ്പൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നാടിനും മനുഷ്യനും ചെയ്യുന്ന സേവനങ്ങൾ, കടുവകളുടെ എണ്ണത്തിലുണ്ടായ കുറവിന്റെ കാരണങ്ങൾ, കടുവകളുടെ ജീവിത രീതി, കടുവകളുടെ സ്വഭാവം, കടുവയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യം, കടുവകൾ ഇല്ലാതാവുമ്പോൾ സംഭവിക്കുന്ന പാരിസ്ഥിതിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ തുടങ്ങി കടുവകളെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ചിത്രങ്ങളുടെയും കഥകളുടെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ പുതുതലമുറയ്ക്ക് S ഗുരുവായൂരപ്പൻ വിവരിച്ചു. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കടുവാ ദിനത്തിൻ്റെ പ്രസക്തി ഏറുകയാണ്. ഇന്ത്യയിൽ 3682 കടുവകൾ മാത്രമാണ് പ്രൊജക്ട് ടൈഗറിന് ശേഷം പോലും ഉണ്ടായിട്ടുള്ളത്. അതായത് 1411 കടുവകൾ 1972 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് കേവലം 3682 കടുവകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് ഏകദേശം 52 വർഷത്തെ കാലഘട്ടത്തിൽ ഇത്രയും വളർച്ച മാത്രമേ സാധിച്ചിട്ടുള്ളൂ. കേരളത്തിലെ കണക്കെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 220ഓളം കടുവകളുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നതെങ്കിലും അതിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള കടുവകളുടെ എണ്ണം കൂടെ കൂട്ടിച്ചേർത്താണ് ഈ നമ്പറിലേക്ക് എത്തിയിട്ടുള്ളത്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് പെരിയാർ കടുവാ സങ്കേതം, പറമ്പിക്കുളം കടുവാ സങ്കേതം, അതുപോലെ വയനാട് വന്യജീവി മേഖല, ഇത്തരം മേഖലകളാണ് ഏറ്റവും കൂടുതലുള്ളത്. കൂടാതെ മറ്റ് എല്ലാ വന്യജീവി സങ്കേതങ്ങളിലും വനമേഖലകളിലും കടുവയുടെ സാന്നിധ്യമുണ്ട്. എങ്കിൽ പോലും 200 കടുവകൾ എന്നുള്ളത് ഒരു വലിയൊരു നമ്പറല്ല. ഒരിക്കലും അത് ഒരു കൂടിയ നമ്പറായിട്ട് നമുക്ക് കണക്കാക്കാനും സാധിക്കില്ല. അപ്പം ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് കടുവകളുടെ എണ്ണം 1 ലക്ഷത്തോളം ഈ ലോകത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് കേവലം 5600ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പരിസ്ഥിതിയിലെ ഏറ്റവും വലിയ ഒരു സന്തുലിതാവസ്ഥ തന്നെ തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ ഇപ്പോഴാവട്ടെ മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ പേരിൽ ബാക്കി അവശേഷിക്കുന്ന കടുവകളെയും കൊന്നൊടുക്കാനും അല്ലെങ്കിൽ പിടികൂടി മൃഗശാലയിലേക്ക് അയക്കാനും അല്ലെങ്കിൽ ക്യാപ്റ്റിവിറ്റിയിൽ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്ന കാലഘട്ടത്തിൽ കടുവകളുടെ ആവാസവ്യവസ്ഥയിൽ അവരുടെ റോൾ എന്താണ്, മനുഷ്യന് എത്രത്തോളം ഇത് ഗുണകരമാണ്, മനുഷ്യൻ്റെ പ്രകൃതിയും മനുഷ്യന് കുടിവെള്ളം ഉൾപ്പെടെയുള്ള അതുപോലെ മറ്റ് ജീവിത സാഹചര്യം ഒരുക്കുന്നതിൽ കടുവകളുടെ പങ്ക് എന്ത് എന്നുള്ളതിനെക്കുറിച്ച് പുതിയ തലമുറയെ ഇപ്പോഴത്തെ ജനങ്ങളെയും അറിയിക്കാനുള്ള ഒരു ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കടുവാ ദിനത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിശീലന പരിപാടിയും കുട്ടികളെ പരമാവധി പങ്കെടുപ്പിച്ചുകൊണ്ട് അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഭാവിയിൽ ഇത്തരമൊരു സാഹചര്യം ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വളർന്നു വരുന്ന തലമുറ പൂർണ്ണമായും കടുവകൾക്കും വന്യജീവികൾക്കും ഒരു ശത്രുക്കളായിട്ട് മാറുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ കടുവാ ദിനത്തിലെ ബോധവൽക്കരണ പരിപാടി. സ്കൂൾ ഹെഡ് മാസ്റ്റർ C സനോജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അധ്യാപികമാരായ സുമതി V, ദിവ്യ C, സജിത എന്നിവർ മറ്റ് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ സംസാരിച്ചു. പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളെ കടുവകളുടെ തോഴരായി പ്രഖ്യാപിച്ചു. പരിപാടിയോടനുബന്ധിച്ച് നടന്ന കടുവ ക്വിസ് മത്സരത്തിൽ വിജയികളായവർക്ക് കടുവ കഥകൾ വിളിച്ചോതുന്ന സചിത്ര പുസ്തകങ്ങളും തുണിസഞ്ചികളും സമ്മാനിച്ചു. ഇതോടെ ഈ വർഷത്തെ ദേശീയപാത ഹരിതസേനയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും മത്സരങ്ങളും സമ്മാന വിതരണവും നടത്തപ്പെട്ടു.